ഗൈസ്, അപ്പോൾ ഇന്നലെ ഇറങ്ങിയ ജയിലർ, രജനീകാന്ത് നായകനായി എത്തിയ ജയിലർ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ നല്ല റിപ്പോർട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലെ പ്രതികരണം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ജയിലർ സിനിമയായിരുന്നു, നല്ല മേക്കിംഗ് ആയിരുന്നു. പിന്നെ നമ്മുടെ നടന്മാരെയൊക്കെ മോഹൻലാലിനെയും പിന്നെ മറ്റേ പുണ്യകുമാറിൻ്റെ ബ്രദറാണ് പുള്ളിയൊക്കെ കാണാൻ പറ്റിയത് തന്നെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. പടം കൊള്ളായിരുന്നു, നല്ല എടുത്തു പറയാൻ നെൽസന്റെ ഒരു കമ്പാക്ക് ആയിട്ട് തന്നെ പറയാം. നല്ല പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്നതാണ്. കൊള്ളായിരുന്നു, നല്ല ഒരു മാസം പടമായിരുന്നു. അല്ലാതെ വെർത്താണ് കാണാൻ. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. മോഹൻലാലൊക്കെ എല്ലാവരും കൊള്ളായിരുന്നു, അടിപൊളി. അതേപോലെ രജനീകാന്തിന്റെ ആക്ടിംഗ് ആയിരുന്നപ്പോൾ നല്ല എൻ്റയർലി ഡിഫറെന്റ് ആണ് ഈ സിനിമയിൽ. പിന്നെ മോഹൻലാലിന്റെ അടിപൊളി ക്ലൈമാക്സ് ഒക്കെ രക്ഷയിൽ നമ്മൾ വിചാരിക്കും പോലെയല്ല. സിനിമ കഥാപാത്രമായാലും അത് മാസ് എന്റർടൈനർ എന്ന് പറയാം. ഓരോ നിമിഷം മാസ് ഇമോഷൻസ് എല്ലാം ഉണ്ട്. വിനായകൻ നൈസ് ആയിരുന്നു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അനിരുദ്ധിന്റെ ബീജവും പറഞ്ഞല്ല, എല്ലാ സിനിമയിലും കാണുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. രജനീകാന്ത് സ്ക്വാഡ് അടിപൊളിയാണ്. പിന്നെ മാസാണ്, കൊള്ളാം, അടിപൊളിയായിരുന്നു. അടിപൊളിയില്ലേ അതെന്ന് വെച്ചാൽ പൊളിയായിരുന്നു. ഇതുപോലത്തെ 3 സ്വാഗുള്ള നടന്മാരെ ഇപ്പോൾ ഇത് നെൽസന്റെ വിജയം തന്നെയാണ്. സത്യം പറഞ്ഞാൽ നെൽസന് പടം എടുക്കാൻ അറിയാം. ബീസ്റ്റിൻ്റെ ആ ഒരു ഇതിൽ കേട്ട കുറേ അപവാദങ്ങളും എല്ലാം അവർ ഈ പടത്തിൽ നെൽസൺ എല്ലാം സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അഭിനയം പൊളി. പിന്നെ പറഞ്ഞെടുക്കാൻ വയ്യ, മോഹൻലാലിൻ്റെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ രജനീകാന്ത് മാസ്. വിനായകൻ നമ്മൾ പറയണ പോലെയല്ല, റോള് കിട്ടി അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ ക്യാരക്ടർ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടം. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും അതുപോലെ രജനീൻ്റെ സോഗൊക്കെ ഉണ്ടല്ലോ, അയ്യോ എന്നാ ഫുൾ ഗൂസ്ബംസ് ആയിരുന്നു. അതുപോലെ എല്ലാവരും വിനായകനും അതുപോലെ മോഹൻലാലിൻ്റെ എൻട്രി അതുപോലെയുള്ള കുറച്ച് സീനൊക്കെ രക്ഷയില്ല, ഭയങ്കര പൊളിയായിരുന്നു. എല്ലാവരും മസ്റ്റ് വാച്ചാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് കേട്ടോ. പടം രക്ഷയില്ല, മാസമാണ്. പെർഫോമൻസ് ഓരോ, അതായത് എല്ലാവരും, അതായത് രജനി ആവട്ടെ, ലാലാവട്ടെ, മെയിൻ വില്ലനാവട്ടെ, എല്ലാവരും പൊളിയായി. മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അനിരുദ്ധിൻ്റെ മ്യൂസിക് രക്ഷയില്ല. അതാണ് പടത്തിനൊരു ഇമ്പാക്റ്റ് കൂട്ടിയത്. പിന്നെ ആരൊക്കെയോ നെഗറ്റീവ് അടിക്കുന്നത് കേട്ടു, പടം അത്ര പോരാന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നല്ല, അടിപൊളി. തമിഴ് സിനിമ കാണുന്നത് ബട്ട് സൂപ്പർ. എനിക്ക് രജനീകാന്ത് ഒരു എന്താ പറയുക, ഇത്രയും നാളും അഭിനയിച്ചതിൽ എനിക്കിത് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. എടുത്ത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉള്ളായിരുന്നു, സ്റ്റോറിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു എൻ്റർടൈൻമെൻറ്റും അതേപോലെ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിമായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്കില്ല മോഹൻലാലിൻ്റെ അഭിനയം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിനയം, അത്രയ്ക്ക് മനോഹരമായിട്ട് അഭിനയിച്ചു. എല്ലാവരുടെയും പെർഫോമൻസും കൊള്ളാം. നെൽസൻ്റെ ഇപ്പോൾ ബീസിൻ്റെ ക്ഷീണം ഇതോടുകൂടി തീരുന്നതാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ്റെ ക്യാമിയോ കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ രജനീകാന്ത് പറയണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വാഗ്. പിന്നെ ശിവരാജ് കുമാർ, ജാക്കി ഷ്രോഫ്, അങ്ങനെ ഒരുപാട് താരനിരയുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനായകൻ്റെ പേരെടുത്ത് പറയണം. വിനായകന ഫുൾ ലെഡ്ജ് ക്യാരക്ടറായിരുന്നു, നല്ല വില്ലനിസം ഉണ്ട്, കൊള്ളായിരുന്നു. ഒരു രീതിയാണ് ലാലേട്ടന്. കേരളത്തിലെ എല്ലാ ഡയറക്ടേഴ്സ് ഇതുപോലെ ഒരു സിനിമ ഇറക്കിയാൽ മതി. റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു ഫുൾ. അവസാനത്തെ ക്ലൈമാക്സ് ഫുള്ളും ഇപ്പോഴും ഒരു വൈബിലാണ് ഇരിക്കുന്നത്. എന്താ പറയുക, സൂപ്പർ സിനിമ. ബീസ്റ്റ് ആയിട്ട് നമ്മൾ നെൽസനെ ഭയങ്കര കുറ്റപ്പെടുത്തി കാണും, പക്ഷേ ഈ സിനിമ ശരിക്കും ഒരു കംബാക്ക് തന്നെയാണ്. മൂന്ന് സൂപ്പർ സ്റ്റാർസിനെ വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ 3 ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. അവസാന പാർട്ടിൽ 3 പേർക്ക് ഒരേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ആ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറയാൻ സിനിമ സൂപ്പർ പടം, അടിപൊളി പടം, നല്ല പടം. പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അഭിനയൊക്കെ വേറെ ലെവലിൽ. படம் சூப்பராக இருக்கு. ரஜினிகாந்த் டிபிக்கல் ரஜினி மூவி. நெல்சனோட கம்பேக் நல்லா இருக்கு. எல்லாரோட பெர்ஃபார்மன்ஸ் மோகன்லாலுக்கு எப்படி இருக்கு? எல்லாத்துக்குமே சூப்பராக இருக்குங்க. இட்ஸ் எ ட்ரீட், விஷுவல் ட்ரீட். எப்படி இருக்கு படம்? எப்படி இருக்கு? நல்லா இருந்துச்சு. ரஜினிகாந்த் சார் வந்து முன்னாடி பார்த்த மாதிரியே இருந்துச்சு. ஸோ லைக் டிப்பிக்கல் ரஜினிகாந்த் ஃபேன்ஸ்க்கு ரொம்ப நல்லா பிடிக்கும். அண்ட் அந்த ஃபர்ஸ்ட் ஹாஃப் வந்து நல்லா அப்படியே வேகமாக போயிட்டு இருந்துச்சு. செகண்ட் ஹாஃப் வந்து ட்விஸ்ட் மேலே ட்விஸ்ட். ஸோ கேமியோ ரோல்ஸ் எல்லாம் எப்படி இருக்கு?
அது கேமியோ ரோல்ஸ் தான் வந்து வாஸ் வெரி நைஸ் இந்த மூவி. மோகன்லால் சாராக இருக்கட்டும், இந்த சின்ன சின்ன ரோல்ஸ்லாம் வந்து ரொம்ப நல்லா பண்ணியிருந்தாங்க. ஸோ மஸ்ட் வாட்ச் தான். இட் இஸ் அ ட்ரீட் ஃபார் ரஜினிகாந்த் ஃபேன்ஸ். നെൽസൺ കംബാക്ക് തലവരോടെ കമ്പാക്ക് യാ ഓഫ് കോഴ്സ്. അങ്ങനെയൊന്നുമില്ല, ലാസ്റ്റ് കിഡിലായിരുന്നു. സൂപ്പറായിട്ടുണ്ട്, മാസായിട്ടുണ്ട്. രജനീകാന്തിന്റെ നെൽസന്റെ ഒരു കമ്പാക്ക് ആണോ? അങ്ങനെ പറയാം. നല്ല പടം, എന്റർടൈനിങ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു? പടം, നല്ല അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായാലും എനിക്ക് കന്നഡ രവിചന്ദ്രന്റെ ആ ഒരു ഇത് ലാലേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. രജനീകാന്തിന്റെ നെൽസന്റെ ഒരു കമ്പാക്ക് ആണോ? അതെ അതെ.